വട്ടമേശ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മുടെ സ്വാശ്രയ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ചാണ്. ഈ കഴിഞ്ഞ വർഷമാണ് കേരളത്തിൽ 4 സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജ് അടച്ചുപൂട്ടിയത്. ഒരു കുട്ടി പോലും ചേരാത്ത 14 എഞ്ചിനീയറിംഗ് കോളേജുകളാണ് കേരളത്തിലുള്ളത്. എല്ലാം സ്വകാര്യ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകൾ. നമ്മുടെ സ്വാശ്രയ വിദ്യാഭ്യാസത്തിന് എന്ത് പറ്റി? കൊട്ടും കുരവയുമായി വന്ന സ്വാശ്രയ കോളേജുകൾ, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് കോളേജുകൾ, അതേപോലെ മറ്റു കോളേജുകളും നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തിന് പൊതുവായി എന്തെങ്കിലും ദോഷം സംഭവിച്ചിട്ടുണ്ടോ? വിവിധ മേഖലയിലുള്ള വിദഗ്ധർ നമ്മോടൊപ്പം വട്ടമേശയിൽ പങ്കെടുക്കുന്നു. ഡോക്ടർ ഫസൽ ഗഫൂർ, കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സ്ഥാപനമായ MESൻ്റെ പ്രസിഡൻ്റാണ് അദ്ദേഹം. ഡോക്ടർ ജയപ്രഭാഷ്, കേരള സർവകലാശാല പൊളിറ്റിക്സ് വകുപ്പിലെ പ്രൊഫസർ. ഡോക്ടർ RC ശ്രീകുമാർ, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ്. ഫാദർ വിൽസൺ തട്ടാരുതുണ്ടിൽ, തിരുവനന്തപുരത്തെ പ്രശസ്തമായ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ് മാർ ബസേലിയോസ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ മാനേജർ. ആദ്യം ഡോക്ടർ ഫസൽ ഗഫൂർ, ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞതുപോലെ ദർ ഇസ് സംതിങ് റോങ് വിത്ത് അവർ സെൽഫ് ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദ സ്റ്റേറ്റ്. എന്താണ് എവിടെയാണ് സംഭവിച്ചത് നമ്മുടെ തെറ്റ്? ഇതൊരു ദുരന്തമാണ് എൻ്റെ അഭിപ്രായത്തിൽ. ആ ദുരന്തത്തിൽ ഞങ്ങളൊക്കെ കുടുങ്ങിയിരിക്കുന്നു. കേരളത്തിൽ AK ആൻ്റണിയുടെ കാലഘട്ടത്തിൽ ഈ സ്വയാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നൽകിയപ്പോൾ ഒരു മാനദണ്ഡവുമില്ലാതെ ഒരു വെള്ള പേപ്പറിൽ എഴുതി കൊടുത്താൽ ഞങ്ങൾക്ക് സ്ഥാപനങ്ങൾ നൽകും എന്നാണ് ശ്രീ AK ആൻ്റണി പറഞ്ഞത്. അതുവരെ ഞങ്ങളുടെയൊക്കെ ധാരണ NSS, SNDP, MES, കത്തോലിക്ക സഭ അല്ലെങ്കിൽ മറ്റു സഭകൾ, ഇവരൊക്കെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ച് എയ്ഡഡ് മേഖലകൾ പൊതുവിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് വളരെയേറെ നമ്മളെ മുന്നോട്ട് നയിച്ചു. അതിന് പകരം എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ 90% കച്ചവടക്കാർ രംഗത്ത് വന്നു. അവർക്ക് ഒറ്റയുമുള്ളൂ പ്രോഫിറ്റ്. ആ കച്ചവടക്കാർ രംഗത്ത് വന്നോട് കൂടിയിട്ട് യൂണിവേഴ്സിറ്റിയോ AICTO MCAയോ ആരും ഒരു നിയന്ത്രണവും ഇല്ലാതെ ഇങ്ങനെ പൊന്തിക്കൊണ്ടിരുന്നു സ്ഥാപനങ്ങൾ. മെഡിക്കൽ, ഇപ്പോൾ തന്നെ കേരളത്തിൽ 160-ലധികം എഞ്ചിനീയറിംഗ് കോളേജ്, 30ഓളം മെഡിക്കൽ കോളേജ്, 10-25 ഡെൻ്റൽ കോളേജ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എനിക്ക് തോന്നുന്നു 1000-അടുത്തെത്തി. ആർട്സിന് വേറെ എല്ലാ വിഭാഗങ്ങളും കൂടിയിട്ട് ഒരു 100 നഴ്സിംഗ് കോളേജ്. അങ്ങനെ ആണ് സിറ്റുവേഷൻ വന്നപ്പോൾ ചുരുക്കി പറഞ്ഞപ്പോൾ കുട്ടികളെ ഹണ്ടിങ്, അതായത് നമ്മൾ പണ്ട് ബേർഡ് ഹണ്ടിങ് എന്നൊക്കെ പറയും, അതുമാതിരി കുട്ടികളെ ഹണ്ടിങ് ആണ് ഇവിടെ. കുട്ടികളെ കിട്ടാനില്ല. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ പൈസ മുതലിറക്കിയ അവരെ കാറ്റുപോയി. 25,000 കോടി രൂപ ഇറക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇന്ത്യ സ്വാശ്രയ മേഖലയിൽ. 30 മെഡിക്കൽ കോളേജത്തിന് എത്ര രൂപ ആവും നമുക്കറിയാമല്ലോ. ഒന്ന് അതേമാതിരി തന്നെ ഇപ്പുറത്തെ ഭാഗത്ത് ആ പണം അങ്ങോട്ട് പോയി. ഒരു ഭാഗത്ത് വിദ്യാർത്ഥികൾ 40% മാർക്ക് പോലും ഇല്ലാത്ത വിദ്യാർത്ഥികൾ മെഡിസിനും എഞ്ചിനീയറിങ്ങിനും പഠിക്കുന്നു. 40% പഠിക്കാമല്ലോ, ഒരിക്കലും ജയിക്കത്തില്ല. അവർ ജയിക്കണില്ല, അവരവിടെ തന്നെ ഇറക്കുന്നുണ്ട്. 10-12 കൊല്ലമായിട്ട് ഞങ്ങളുടെ കോളേജിൽ അവരവിടെ കൂടിയിട്ടുണ്ട്. മൂന്നാമതുള്ള സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കണം. വലിയ വർഗീയ സംഘടനകൾക്കൊക്കെ പല ട്രസ്റ്റുകളും ഒക്കെ ഉണ്ടാക്കിയിട്ട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും, വർഗീയം എന്ന് പറയുമ്പോൾ ഞങ്ങളൊന്നും വർഗീയമായിട്ട് പെടുത്തരുത്, ഞാൻ പറയാം വേറെ തരത്തിലുള്ളൊരു വർഗീയം, കമ്മ്യൂണൽ ആൻഡ് കമ്മ്യൂണിറ്റി ബേസ്ഡ് തമ്മിൽ വ്യത്യാസമുണ്ട്. അവരിൽ പലരുമായിട്ടും ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഞങ്ങളുടെ കുട്ടികളെ പിടിച്ചാൽ മതി, അപ്പോൾ അവിടെ അതിൻ്റെ കൂടെ കുറേ മതപഠന ക്ലാസ്സും അല്ലേ അതുമാതിരിയുള്ളതൊക്കെ കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾ ചോദിച്ചല്ലോ ഇപ്പോൾ IS-ലോട്ടൊക്കെ പോകുന്ന എഞ്ചിനീയർമാരും ഡോക്ടർമാരും പോകണം. ഈ എഞ്ചിനീയർമാരും ഡോക്ടർമാരും പോകണം. കാരണം അവർ പുറത്തിറങ്ങി വരുമ്പോൾ അവർക്ക് ജോലിയില്ല, അവർ പോകാനില്ല, എങ്ങോട്ടും പോകാനില്ല. അപ്പോൾ മൊത്തത്തിൽ ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് തൊട്ടിട്ട് എൻഡ് പോയിന്റ് വരെ നമ്മൾ പഠിക്കുമ്പോൾ ഒരു വലിയൊരു ദുരന്തമാണ്. ആ ദുരന്തത്തിൽ മുഖ്യ പങ്ക് വഹിച്ച ഒരു ടീമാണ് ഞങ്ങളും കൂടെ പറയും. ഡോക്ടർ ജയപ്രഭാഷ്, ഇത് ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ ഗഫൂർ അതിൻ്റെ ഒരു ദുരവസ്ഥ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുമല്ലോ, ഇത് വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നം മാത്രമല്ല, ഒരു സാമൂഹ്യ പ്രശ്നം കൂടെ ആയി മാറിയിരിക്കുന്നു. എങ്ങനെ ഒരു വിദ്യാഭ്യാസ രംഗത്തെ ഒരു പ്രൊഫസർ എന്ന നിലയ്ക്ക് എങ്ങനെയായിരിക്കും ഇതിനെ കാണാൻ പറ്റുക? നമ്മളെ ഈ വിദ്യാഭ്യാസത്തിന് പറ്റിയ ഒരു ഭയങ്കരമായിട്ടുള്ള പാളിച്ച, പ്രത്യേകിച്ചും ഒരു 80-കൾ കഴിയുമ്പോൾ 90-കളിലെത്തുമ്പോൾ തോന്നിയിട്ടുള്ള സംഭവിച്ചൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്വാളിറ്റിയിൽ നിന്ന് ക്വാണ്ടിറ്റിയിലേക്ക് പോകുന്നു. അപ്പോൾ എല്ലാം നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ടേംസ്, ഇൻ ടേംസ് ഓഫ് പ്രൈസ്. ആഗോളവൽക്കരണം വരുന്നത് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്, ഈ കാര്യങ്ങൾ വരുന്നത്.
അപ്പോൾ പിന്നെ ക്വാണ്ടിറ്റിയിലേക്കാണ് പോകുന്നത്. ഇപ്പം ഇവിടെ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജും സ്വാശ്രയ മെഡിക്കൽ കോളേജുകളും തുടങ്ങാനായിട്ട് തീരുമാനിക്കുമ്പോൾ അന്നത്തെ ഗവൺമെൻറ് വച്ച ഒരു റാഷണയിൽ തന്നെ നമ്മളുടെ പൈസ അന്യ സംസ്ഥാനങ്ങളിലേക്ക് ഒഴുകി പോകുന്നു. അപ്പോൾ അന്യ സംസ്ഥാനങ്ങളിലേക്ക് ഒഴുകി പോകുന്ന പൈസയെ ഇവിടെ തടഞ്ഞു നിർത്തുക എന്നുള്ളതായി, അല്ലാതെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതല്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്വകാര്യവൽക്കരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും അതൊരു മാർക്കറ്റ് ആയിട്ട് ബന്ധപ്പെട്ടാണല്ലോ. ആ മാർക്കറ്റിൽ എപ്പോഴും ഡിമാൻഡ് എന്ന് വെച്ചാൽ ക്വാളിറ്റിക്കാണ്. പക്ഷേ നമ്മളിവിടെ വിദ്യാഭ്യാസത്തിൽ മാർക്കറ്റിനെ ക്വാണ്ടിറ്റി ടേംസിൽ കൊണ്ടുവരികയും പക്ഷേ ക്വാളിറ്റി ടേംസിൽ മാർക്കറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് നമ്മൾ അഡോപ്റ്റ് ചെയ്യാതിരിക്കുകയും നമ്മളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളി അവിടെ പോയി പഠിക്കരുത്, ഇവിടെ മോശപ്പെട്ട വിദ്യാഭ്യാസം കൊടുത്ത് ഇവനെ ഇവിടെ ഇരുത്തി പഠിപ്പിക്കാം എന്നുള്ള രീതിയിലേക്ക് പോകുന്നു. മാത്രമല്ല ഒരു മാർക്കറ്റ് ഒരു പ്രോഡക്റ്റ് ഇറക്കുമ്പോഴേ അവരൊരു മാർക്കറ്റ് സർവേ നടത്താറുണ്ട്, എത്ര ആവശ്യമുണ്ട് എന്നുള്ളത്. ഇങ്ങനെയുള്ളൊരു ആവശ്യം നമ്മുടെ ഇവിടെ വിദ്യാഭ്യാസം നമ്മൾ ഒരുപക്ഷെ ഇവിടെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഏറ്റവും വലിയ മിടുക്കന്മാരാണ്, ലിറ്ററസി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതൊക്കെ വളരെ ഒരു ചുമ്മാത്തൊരു കാര്യമാണ്. വളരെ പൊള്ളയായ മലയാളിയുടെ ഈഗോയുടെ ഒരു ന്യായമാണ്. ഈ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക, ഇന്ത്യ ഓഫ് ഐഡിയാസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇന്ത്യ ഓഫ് ഐഡിയാസ്. അപ്പോൾ ആശയങ്ങളുടെ ഒരു ഇതുണ്ടാക്കുന്ന ഒരു മാർക്കറ്റ് പ്ലേസ്. ഇതിന് പകരം നമ്മളൊരു തേർഡ് റേറ്റ് ആയിട്ടുള്ള എഞ്ചിനീയർമാരെയും തേർഡ് റേറ്റ് ആയിട്ടുള്ള ഡോക്ടർമാരെയും പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറേ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നു. ഫസ്റ്റ് റേറ്റ് ആയിട്ടുള്ള ആശാരിയെ ഉണ്ടാക്കുന്നതിന് പകരം തേർഡ് റേറ്റ് ആയിട്ടുള്ള എഞ്ചിനീയർ ഉണ്ടാക്കി ആ തേർഡ് റേറ്റ് ആയിട്ടുള്ള എഞ്ചിനീയർ നമ്മൾ ബഹുമാനിക്കുകയും ഫസ്റ്റ് റേറ്റ് ആശാരിയെ അല്ലെങ്കിൽ ഫസ്റ്റ് റേറ്റ് കാർപ്പൻറ്റർ നമ്മൾ അവമതിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം. ആ ഫസ്റ്റ് റേറ്റ് ആശാരിക്ക് 25,000 രൂപയും ഇപ്പൊ ഡെന്റൽ ഡോക്ടറിന് 10,000 എഞ്ചിനീയർക്ക് 12. അപ്പൊ നിങ്ങൾ പറഞ്ഞിടത്ത് കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കൾച്ചർ മാറുകയാണ്. അപ്പോൾ നമ്മളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതല്ല, പലതും തടഞ്ഞു നിർത്തുക. അണക്കെട്ട് കെട്ടി വെള്ളം തടഞ്ഞു നിർത്തുന്നത് പോലെ നമ്മൾ വിചാരിച്ച് നമ്മുടെ കുട്ടികളെ തടഞ്ഞു ഇവിടെ നിർത്തുക. അപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ പലരും ഇതിനകത്ത് കയറിക്കൂടി പേപ്പർ കൊണ്ട് കൊടുക്കുന്നു, പിന്നെ എഞ്ചിനീയറിംഗ് കോളേജ് കൊടുക്കുന്നു, അതിനകത്ത് വർഗീയത കടന്നു വരുന്നു. സ്കൂളിൽ പോലും ഉണ്ട്, കാരണം ഇന്ന സമുദായത്തിലെ കുട്ടികൾ ആ സമുദായത്തിൽ കോളേജിൽ പഠിച്ചാൽ സ്കൂളിൽ പഠിച്ചാൽ മതി. ഭയങ്കര അപകടകരമായ ഒരു സംഗതിയാണ് പോകുന്നത്. അപ്പോൾ ഈ കുട്ടി വളർന്നു വരുമ്പോഴത്തേക്കും നമ്മൾ പറയുന്ന കണക്കിൽ ഒരു ഭാരത പൗരനായിട്ടൊന്നുമല്ല വരുന്നത്. അവൻ്റെ സമുദായവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പോകുന്ന ഒരു ഇതിലേക്ക് ഇതൊരു സോഷ്യൽ ഈവിളും കൂടെ ആയിട്ട് വരികയാണ്. നോട്ട് ഓൺലി എഡ്യൂക്കേഷൻ കൈൻഡ് ഓഫ് എ തിങ്, ഇത് നമ്മുടെ സമസ്ത മേഖലകളെയും ബാധിക്കുന്ന. ഡോക്ടർ ആർ ശ്രീകുമാർ, എന്തായിരിക്കും ഇതിൻ്റെ ഒരു ഗ്രാവിറ്റി ഡോക്ടറുടെ ദൃഷ്ടിയിൽ? ഗ്രാവിറ്റി ഞാൻ പറഞ്ഞത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം വെച്ച് കഴിഞ്ഞാൽ മെറിറ്റ് എന്ന ഒരു കൺസെപ്റ്റ് നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് ഔട്ടായി കഴിഞ്ഞു. ഇപ്പം ഒരാൾക്ക് പഠിക്കണം എന്നുള്ള പണ്ട് ശരിക്കും നമ്മൾ റിസർവേഷൻ എതിർക്കുമായിരുന്നു. അവർക്ക് 50% മതി, 70%. ഇപ്പം അതെല്ലാം മാറിക്കഴിഞ്ഞിട്ട് ഇപ്പം 40% അപ്പം റിസർവേഷൻ്റെ കൺസെപ്റ്റിനെ എതിർക്കുന്ന അർത്ഥമൊന്നുമില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ മെറിറ്റ് എന്ന കൺസെപ്റ്റ് നമ്മുടെ സമൂഹത്തിന് അപ്രത്യക്ഷമായി കഴിഞ്ഞു. നിങ്ങളുടെ അപ്പന് പൈസയുണ്ടോ, നിങ്ങൾക്ക് ഡോക്ടറാകാം, എഞ്ചിനീയർ ആകാം. ഈ ഡോക്ടറാകാം എന്നുള്ളതല്ല, ഇപ്പോൾ വന്നേക്കുന്ന വേറെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാർഡിയോളജിസ്റ്റ് ആകാം, അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റ് ആകാം. നിങ്ങൾ ആദ്യമേ തന്നെ ഇത്രയും രൂപ ഈ പ്രിഡിഗ്രി കഴിയുമ്പോൾ ഇത്ര കോടി രൂപ ഒരു മാനേജ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കാർഡിയോളജിസ്റ്റോ ന്യൂറോളജിസ്റ്റോ ട്രാൻസ്പ്ലാന്റ് ആക്കിത്തരും. അപ്പോൾ അങ്ങനെ ആക്കുന്നവർക്ക് ഏറ്റവും ഡേഞ്ചറസ് വെച്ചാൽ അങ്ങനെ ആക്കുന്നവർക്ക് സൊസൈറ്റിയോട് യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. അവൻ കാശുണ്ടാക്കാൻ വേണ്ടി സമൂഹത്തിലോട്ടിറങ്ങുന്നു. അവന് പഠിക്കാൻ കാശ് കൊടുക്കുന്നു, പരീക്ഷ പാസ്സാകാൻ ഇപ്പോൾ പല എക്സാമിനേഴ്സ് പൈസ വാങ്ങിക്കുന്നുണ്ട്, പല മാനേജ്മെൻറ്റ് അതിന് മീഡിയേറ്റേഴ്സ് ആവുന്നുണ്ട്. കാര്യം ഇപ്പം നല്ല മാനേജ്മെൻറ്റ് പിടിച്ചു നിൽക്കാം. ഈ മോശം മാനേജ്മെൻറ്റുകൾക്ക് ഈ പാസ്സാകാത്ത വിദ്യാർത്ഥികൾ ഒരു ബാധ്യതയാണ്. അവനെ ഫ്രീ ആയി പഠിപ്പിക്കേണ്ടി വരുന്നു 3 വർഷം കഴിയുമ്പോൾ. ഈ ഡോക്ടർ പറഞ്ഞതല്ലേ, മാനേജ്മെൻറ്റ് തന്നെ ഈ കുറിപ്പ് കൊണ്ട് കൊടുത്ത് എഴുതിപ്പിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഞാൻ പ്രൊവൈസ് ചാൻസലറായിട്ട് നമുക്ക് പിടിച്ചിട്ടുണ്ട് BEd കോളേജുകളിൽ നിന്ന്. എന്നാൽ അപ്പം പിന്നെ സിൻഡിക്കേറ്റിൻ്റെ ഒരു ഉപസമിതി അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഫോൺ വന്നു, ഇങ്ങനെ ഇവിടെ കോപ്പി അടിക്കുന്നുണ്ട്. ചെന്നപ്പോഴത്തേക്ക് എന്താ കാണുന്നത്, ഈ കുറിപ്പുകൾ ഇങ്ങനെ ഫ്ലൈ ചെയ്യുക, വലിച്ചെറിയുകയാണ്. എഞ്ചിനീയറിംഗ് കോളേജിൽ ഒക്കെ സംഭവിച്ചതാണ്. അപ്പം അങ്ങനെ ആൾ വന്നു കഴിയുമ്പം അവർക്കെന്താ കമ്മിറ്റ്മെൻറ്റ്. ഇപ്പോൾ 160 എഞ്ചിനീയറിംഗ് കോളേജുണ്ട്, 30 മെഡിക്കൽ കോളേജ്. ഇതിൽ ചിലപ്പോൾ ഒരു 20-30% സ്വകാര്യ മാനേജർക്ക് മാത്രമേ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ളൂ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഇവരൊക്കെ വന്നു വെച്ച് കഴിഞ്ഞാൽ പണ്ട് 20 കൊല്ലം മുമ്പ് നോക്കുമ്പോഴത്തേക്ക് കേരള കർണാടക ബോർഡറിലും തമിഴ്നാട് ബോർഡറിലും കുറേ കോളേജുകളുണ്ട്. അവിടേക്ക് ഇഷ്ടംപോലെ പിള്ളേർ പോകുന്നുണ്ട്, ഇഷ്ടംപോലെ കാശ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാ ബിസിനസ് നോക്കിയപ്പോഴത്തേക്ക് അങ്ങനെ ഇവിടെയും വളരാമല്ലോ എന്നിട്ട്. അപ്പോൾ എല്ലാവരും അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞപ്പം പിന്നെ ഒരു കണക്കില്ല, ഇഷ്ടംപോലെ ആൾക്കാർ വന്നു, എല്ലാവരും ഒക്കെ തുടങ്ങി. ഇപ്പം ഞാൻ കാണുന്നത് ഈ തകർച്ച എന്ന് പറയുമ്പോൾ ഞാൻ കാണുന്നുണ്ട്, ഇതിൽ ഒരു 50-60% പരാജയപ്പെടും. അത് പണ്ട് ഡാർവിൻ പറഞ്ഞതുപോലെ കഴിവില്ലാത്തവൻ തുടച്ചു നീക്കപ്പെടും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. അത് ഞാൻ പോസിറ്റീവായിട്ട് കാണുന്നത്. 5-6 കൊല്ലം കഴിയുമ്പം ശരിക്കും എഡ്യൂക്കേഷനോട് കമ്മിറ്റുള്ള കുറേ കോളേജുകൾ മാത്രം. ഇപ്പം ആദ്യം പറഞ്ഞതുപോലെ 15 കോളേജ് പഠിക്കാൻ ആരും ജോയിൻ ചെയ്തിട്ടില്ല. അപ്പം സ്റ്റുഡൻസ് തന്നെ ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുകയും ഇത്തരം കോളേജുകൾ ഈ സമൂഹത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പോൾ നമുക്ക് FCIയുടെ ഗോഡൗൺ പൂട്ടിയതുപോലെ പല കോളേജുകൾ പൂട്ടിയിടാം.
ഫാദർ വിൽസൺ അച്ഛൻ തിരുവനന്തപുരത്തെ മാർ ബസേലിയോസ് എഞ്ചിനീയറിംഗ് കോളേജ് നല്ല അഡ്മിഷൻ്റെ സമയമാകുമ്പോൾ തുടക്കത്തിൽ തന്നെ അതുകൊണ്ട് അച്ഛൻ്റെ നമ്മുടെ കൂടെ ചർച്ച ചെയ്യാൻ പരിവേദനങ്ങൾ ഇല്ലാത്ത ഒരാളാണ്. അച്ഛൻ്റെ ഒരു അനുഭവം എന്താണ്? ഞാൻ ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞ ആ ഒരു വാക്ക് തന്നെ ദുരന്തം അത് സത്യമാണ്. കാരണം ഈ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഒരു ദർശനമില്ലാതെ പോയ ഗവൺമെൻറ്റുകളാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. ഓരോ കമ്മ്യൂണിറ്റിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ വ്യക്തികളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കുന്ന രീതിയാണ് അന്നും ഇന്നും. ഒരാൾക്കൊരു പണക്കം ഉണ്ടാകുമ്പോൾ അയാൾക്കൊരു വിദ്യാഭ്യാസ സ്ഥാപനം കൊടുത്ത് അയാളെ അങ്ങ് തൃപ്തിപ്പെടുത്തുകയാണ്. അങ്ങനെ കഴിഞ്ഞ സ്വകാര്യ അല്ലെങ്കിൽ പോലും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഓരോ MLA ക്ക് മെഡിക്കൽ കോളേജ് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് അങ്ങനെ കൊടുത്തു വന്നപ്പോഴത്തേക്ക് ഈ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാം പഠിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നതല്ല വിദ്യാഭ്യാസത്തിൻ്റെ ഒരു അടിസ്ഥാന ദർശനം. അത് യോഗ്യതയുള്ളവൻ അർഹിക്കുന്ന കോഴ്സുകൾ. എല്ലാവരും മസീഹായ ശരിയാവില്ല. ഇതൊരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇപ്പം മെഡിസിൻ ആയാലും എഞ്ചിനീയറിംഗ് ആയാലും ഒരു പ്രൊഫഷണൽ കോഴ്സാണ്, അല്ല അടിസ്ഥാന വിദ്യാഭ്യാസമല്ല. അത് ഓരോരുത്തർക്കും അവരവരുടെ കഴിവനുസരിച്ച് പഠിക്കാനായിട്ട് കൊടുക്കേണ്ട സാഹചര്യമാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ഇപ്പം ഇവിടെ ചെയ്തത് പണ്ട് തമാശയ്ക്ക് പറയുന്ന പോലെ എല്ലാവർക്കും ഫുട്ബോൾ കളിക്കാൻ വേണ്ടി എല്ലാവർക്കും ഓരോ ബോൾ വാങ്ങിച്ചു കൊടുക്കുക. അതേ നമ്മൾ തമാശയായിട്ടാണെന്ന് പറയുന്നത് സത്യത്തിൽ അത് യാഥാർത്ഥ്യമായി മാറിയത് ഈ അവസരത്തിലാണ്. ഇതിൻ്റെ ഒരു വിഷയം ഡോക്ടർ പറഞ്ഞല്ലോ, ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുറേ കോളേജുകൾ തന്നെ ഇല്ലാതായി പോകുന്നു. ശരിയായിരിക്കും. പക്ഷേ അതിൻ്റെ വലിയൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിന് വിലയില്ലാതാക്കി മാറ്റി ഇവിടെ. ഇപ്പം തന്നെ അതെല്ലാം ആക്കി മാറ്റിയിട്ട് ഇനി നാളെ ഈ കോളേജുകൾ ഇല്ലായ്മയായി പോയെന്ന് പറഞ്ഞാൽ പോലും അതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. ഡോക്ടർ എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഇപ്പം ഡോക്ടർ ഇപ്പം മുമ്പ് സൂചിപ്പിച്ചത് ഡോക്ടർ നല്ല മെറിറ്റ് വാങ്ങി തന്നെ ഒരു മുസ്ലിം റിസർവേഷൻ ഒന്നും ഇല്ലാതെ പഠിച്ച ആളാണ്. പക്ഷേ ഡോക്ടറിനെ വിളിക്കാൻ പറ്റത്തുള്ളൂ, ഈ മറ്റേ ആളിനെ ഡോക്ടറിനെ വിളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ആ വ്യത്യാസം എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബഹുമാനമായിരുന്നു. എഞ്ചിനീയറിംഗ് ആണോ പഠിച്ചത് എന്നൊക്കെ നമ്മൾ ചോദിക്കുമായിരുന്നു. ഇപ്പം ആർക്കും പഠിക്കാവുന്ന ഒരവസ്ഥ. നമുക്ക് തന്നെ ഈ സ്ഥാപനം നടത്തുന്നവർക്ക് തന്നെ പലപ്പോഴും ലജ്ജ തോന്നുന്നു. ഇങ്ങനെ ഒരു കോളേജ് ഇപ്പം ബസേലിയസ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ ദൈവാനുഗ്രഹം കൊണ്ട് നല്ല സ്റ്റുഡൻസ് വരുന്നു. പക്ഷേ എങ്കിൽ പോലും സ്വാശ്രയ കോളേജുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാത്തിനെയും ഒരു ലിസ്റ്റിലാണ് പെടുത്തുന്നത്. ഈ അച്ഛൻ സ്വാശ്രയ കോളേജിന്റെ ആളാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ അച്ഛൻ പണ്ട് ബാർബർ ഷോപ്പ് നടത്തിയിരുന്ന ആൾക്കാർ സ്വാശ്രയ കോളേജിലെ അച്ഛനാന്ന് പറഞ്ഞാൽ കൊള്ളക്കാരനാണോ കള്ളനാണോ എന്ന് അതിന്റെ അടിസ്ഥാന അത് പറയാൻ പോലും വയ്യാത്തൊരവസ്ഥയിലേക്ക് പലപ്പോഴും. ഡോക്ടർ പറഞ്ഞു കോളേജുകളിൽ ഈ മാർക്കറ്റ് പ്രിൻസിപ്പിൾ അനുസരിച്ച് കുറേ എണ്ണം തകർന്നു പോകുമെന്ന് പറഞ്ഞു. പക്ഷേ ഇവർ ടേൺ ഔട്ട് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ട്. അവരുണ്ടാക്കാൻ പോകുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ ഭയങ്കരമാണ്. കാര്യം എഞ്ചിനീയർ എന്നുള്ളൊരു ഡിഗ്രി ടാഗുണ്ട്, അതുകൊണ്ട് തന്നെ ഡോക്ടർ എന്നുള്ള ടാഗുണ്ട്. വേറൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒരു തൊഴിലുമില്ല. ഇയാൾക്ക് എഞ്ചിനീയറിംഗും അറിയത്തില്ല, മെഡിസിനും അറിയത്തില്ല. ഇയാൾ സമൂഹത്തിൽ ഇറങ്ങി നടന്ന് സൃഷ്ടിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല, ഇതിൽ ഒട്ടുമിക്കതും ഒരു അപ്പർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളുമാണ്. അത് അങ്ങനെ ഒരു പ്രശ്നം. അപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ബാക്കിംഗ് ഉണ്ട്. ഇൻ ടേംസ് ഓഫ് ഒരു പിന്നെ പൈസയുടെ കാര്യത്തിലായാലും ശരി തന്നെ, അല്ലെങ്കിൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൻ്റെ കാര്യത്തിലായാലും ശരി തന്നെ ഇവനുണ്ടാക്കുന്ന ചെറിയ അപകടം ഞാൻ പറയാം. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സർക്കാരിന് കുറ്റമുണ്ടായിരിക്കാം, പക്ഷേ ഹെൽത്ത് സർവീസിൽ ഡോക്ടർമാരില്ല എന്ന പേരിൽ PSC ഒരു നടപടി സ്വീകരിച്ചു. ഇൻ്റർവ്യൂ മാത്രം നിർത്തി ഡോക്ടർമാരെ സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അതെല്ലാവരും പെട്ടെന്ന് ആൾക്കാരെ പോയി. പക്ഷേ അതിൻ്റെ യഥാർത്ഥത്തിൽ കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് ഒഴിവാക്കിയിട്ട് ഇൻ്റർവ്യൂ മാത്രം വെച്ചിട്ട് ഇത്തരം ആൾക്കാരെ അവർക്ക് MBBS മാർക്ക് കൂടുതലാണ് പ്രൈവറ്റ് കോളേജിലേക്ക് വരുന്ന പലയിടത്തും. അപ്പോൾ അങ്ങനെ വന്നപ്പം ആ ലിസ്റ്റ് വന്നു കഴിഞ്ഞപ്പം അതിൽ മജോറിറ്റിയും ഇത്തരം കോളേജിൽ വന്ന സ്റ്റുഡൻസ് ആയിരുന്നു. മെറിറ്റ് സ്റ്റുഡൻസിനെ സൈഡ് ലൈൻ ചെയ്യാനായിട്ട് കണ്ടുപിടിച്ചൊരു മാർഗ്ഗമാണ് ഇൻ്റർവ്യൂ മാത്രം നടത്തി കുറേ ആൾക്കാരെ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് ബാക്കി എല്ലാ പ്രിൻസിപ്പിൾസും മാറ്റി വെച്ചു, റിസർവേഷൻ ബാക്കിയെല്ലാം മാറ്റി വെച്ചിട്ട് ആൾക്കാരില്ല എന്ന പേരിൽ കുറച്ച് മീഡിയ വാർത്തകളുണ്ടാക്കുകയും ഇവിടെ ഹെൽത്ത് സർവീസ് എല്ലാം തകരാൻ പോകുന്നു, ഡോക്ടർമാരില്ല, റൂറൽ സർവീസ് ഉണ്ട്, കുറച്ചൊരു കമേഴ്സ് ഉണ്ടാക്കി. അതിൻ്റെ ഭാഗമായിട്ട് ചെയ്തത് എന്നിട്ട് ഇൻ്റർവ്യൂ മാത്രം PSC നടത്തി കുറേ ആൾക്കാരെ പോസ്റ്റ് ചെയ്തു. അപ്പോൾ ഇത്തരം ഇവർ കുറച്ച് പവർഫുള്ളാണ് ഇത്തരം ആൾക്കാർ. ഞാൻ ഈ പ്രൊവൈസ് ചാൻസലറായിരുന്നപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞതുപോലെ ഡോക്ടറെ കോളേജുകളിൽ 10-12 വർഷമായിട്ട് തോറ്റവർ അവിടെ കിടപ്പണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവർ നേരെ യൂണിവേഴ്സിറ്റി വരികയാണ്. അപ്പോൾ വന്നിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് റിവാലുവേഷൻ്റെ റിവാലുവേഷൻ്റെ റിസൾട്ട് വന്നപ്പോൾ തോറ്റു. അപ്പോൾ അയാൾ വീണ്ടും എന്ന് പറയുന്നത് ഒന്നും കൂടെ റിവാല്യൂ ചെയ്യണമെന്നാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ഇയാൾ ജയിക്കുന്നതിന് വരെ റിവാല്യൂ ചെയ്യണമെന്ന്. അപ്പോൾ അയാൾ പറയുന്നത് കഴിഞ്ഞാൽ സാർ ഞാൻ ഇത്രയും രൂപ പിന്നെ ലോൺ എടുത്തിരിക്കുന്നു, ഇനി എനിക്ക് ആത്മഹത്യയെ മാർഗ്ഗമുള്ളൂ, ഞാൻ എല്ലാ പ്രാവശ്യവും ഇതെൻ്റെ ലാസ്റ്റ് ചാൻസാണ്. അപ്പം ഈ ലാസ്റ്റ് ചാൻസിന് സർവകലാശാലയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും?
അപ്പോൾ ഇയാളൊരു ഒരു ആൻറ്റി സോഷ്യലായിട്ട് നേരെ ഇറങ്ങുകയാണ്. ഓ, ഈ പണ്ട് ഗാന്ധിജി സ്വാശ്രയം എന്ന വാക്ക് ഉപയോഗിച്ചപ്പോൾ നമ്മൾ ഇന്ത്യക്കാർ ആ സ്വാശ്രയത്തെ ഇങ്ങനെ ആക്കി മാറ്റുമെന്ന് ഞാൻ കരുതി. ഗാന്ധിജി പറഞ്ഞ സ്വാശ്രയവും നമ്മളുടെ സ്വാശ്രയവും ഭയങ്കരമായിട്ടുള്ള ഒരു വേൾഡ് ഓഫ് ഡിഫറൻസ്. അല്ലെ ഡോക്ടർ, ഈ മെറിറ്റ് അവഗണിക്കുക എന്ന് പറഞ്ഞാലേ ഒരു സാമൂഹ്യ ദുരന്തം, അക്കാദമിക് ദുരന്തം, സാമൂഹ്യ ദുരന്തം, അതിനകപ്പുറത്ത് വ്യക്തിപരമായൊരു ദുരന്തം കൊണ്ടില്ലേ? മെറിറ്റുള്ളവരെ അവൻ ചിലപ്പം പാവപ്പെട്ടവനായതുകൊണ്ട് പണം ഇല്ല. ഞാൻ അതിലോട്ട് വേറെ വലിയൊരു സംഭവത്തിലോട്ട് വരാൻ പോകും. നമ്മൾ സംവരണം, പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ. ഞാൻ OBC പറയുന്നില്ല, കാരണം കേരളത്തിലെ OBC എന്ന് പറഞ്ഞാൽ അത്ര മോശമൊന്നുമല്ല, മുസ്ലിം ഈഴവ. മറ്റുള്ള OEC വിഭാഗം, അതായത് വിശ്വകർമ്മ, ദീപകർ, എഴുത്തച്ഛന്മാർ, ഇങ്ങനെ ഒരു വിഭാഗമാണ്. പിന്നെ SC/ST താഴത്ത് അവർക്ക് എത്ര സ്ഥാപനമുണ്ട് ഇപ്പോൾ? ഒന്നുമില്ല. ഒരു സ്ഥാപനം ഒന്നുമില്ല. 1, 2 ഈ പുതിയ സ്ഥാപനങ്ങളിൽ അവർക്ക് സംവരണം ഉണ്ടോ? അതുമില്ല. അപ്പോൾ സംവരണത്തിൻ്റെ തോത് എത്ര കുറഞ്ഞു? ഞാൻ പറഞ്ഞ പണ്ട് കേരളത്തിൽ 10 എഞ്ചിനീയറിംഗ് കോളേജ് കൂട്ടിയോ, അതിൽ ഈ ഇത്ര നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി സംവരണം ഉണ്ടല്ലോ. അപ്പോൾ എത്ര എഞ്ചിനീയർമാർ പുറത്തു വന്നേനെ SC/ST വിഭാഗങ്ങളിലൊക്കെ പെട്ട? ആ സംവരണം ഇപ്പോൾ ഇല്ല. ആ സംവരണം ഇല്ലാതായതോട് കൂടിയിട്ട് അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഭയങ്കര താഴോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോളേജിലൊന്നും ഇവരില്ലല്ലോ. പഴയ കോളേജ് മാത്രമേ ഉള്ളൂ. സംവരണമുണ്ട്. അല്ല, പഴയ കോളേജ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ 50% ഗവൺമെന്റ് ഗവൺമെന്റിന്റെ അതല്ല, അങ്ങനെയല്ല. അത് ഫാദർ സൈൻ ചെയ്താലുള്ളൂ. അത് നിങ്ങൾ ഒപ്പിട്ട് കൊടുക്കണം, കരാർ ഇല്ലെങ്കിൽ കിട്ടൂല. ഇപ്പൊ കരാർ ഒപ്പിട്ടില്ല എന്ന് വിചാരിച്ചോ, ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. സംവരണ കരാർ നമ്മൾ ഒപ്പിട്ടിട്ടില്ല എന്ന് വിചാരിച്ചോ, 100 സീറ്റ് എടുക്കണം ന്യൂനപക്ഷ സമുദായങ്ങളെന്ന് വിചാരിച്ചോ. അത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ, അതിലോട്ടും കൂടെ ഞാൻ വരാം. നമ്മൾ കേരളമായത്തെ ഒരു സ്റ്റേറ്റിൽ നമ്മൾ കമ്മ്യൂണൽ ബാലൻസ് മാന്യമായി മെയിൻറ്റെയിൻ ചെയ്തു. നമ്മൾ ആണല്ലോ, മാന്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പറഞ്ഞേ. കമ്മ്യൂണൽ ബാലൻസ് തെറ്റിയില്ല ഇപ്പോൾ. കാരണം ഇവിടുത്തെ സ്ഥാപനങ്ങളുടെ സ്ഥിതി ഇപ്പോൾ എന്താ? ഇവിടുത്തെ സ്ഥാപനങ്ങളുടെ 75%, ഞാൻ അവർക്ക് എതിരാണ് BJPക്ക്, പക്ഷെ അവർ പറഞ്ഞതിൽ ചെറിയൊരു പോയിന്റ് ഉണ്ട്. 75% സ്ഥാപനങ്ങളും മുസ്ലിം ക്രിസ്ത്യൻ കയ്യിലായി. അതിന് പണിയെടുക്കാത്ത പണിക്കരുണ്ട്, എന്തല്ലേ ഊച്ചാളികളെ കളിച്ച് നടക്കണ വെള്ളാപ്പള്ളി ഉണ്ട്, അത് വേറെ. പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സാമൂഹ്യ നീതി പോലും കണക്കിലെടുത്തില്ല അത് അലോട്ട് ചെയ്തപ്പോൾ സ്ഥാപനങ്ങൾ. അതായത് SC/ST വിഭാഗങ്ങൾക്കില്ല, OEC വിഭാഗങ്ങൾക്കില്ല. എയ്ഡഡ് മേഖല ക്രിസ്ത്യൻ ഡോമിനൻറ്റും സ്വയാശ്രയ മേഖല മുസ്ലിം ഡോമിനൻറ്റുമാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ വിചാരിക്കേണ്ട നമ്മുടെ നേരെ മക്കത്ത് നിന്ന മുസ്ലിം ഒന്നുമല്ല. ഇത് ഇവിടുത്തെ കച്ചവടക്കാർ, അണ്ടിക്കച്ചവടം മുസ്ലിം എന്നാണ് ഞാൻ പറയുന്നത്. അല്ലേ, ഇവിടെ കൊല്ലത്തൊരു മുതലാളി 3 അണ്ടി ഫാക്ടറി ഉണ്ടായിരുന്നു. 3 അനുവദിക്കുന്ന അതിനകത്തൊരു വിഷയം എന്ന് പറഞ്ഞാൽ അത് മാനേജ് ചെയ്യാനുള്ള ഒരു സാഹചര്യം അവർക്കുണ്ടാകണം. പക്ഷെ അതിനേക്കാൾ ഉറപ്പാക്കേണ്ടത് നമ്മൾ അനുവദിക്കുന്ന സ്ഥാപനങ്ങളിൽ ഈ റിസർവേഷൻ ഉറപ്പാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പം എഞ്ചിനീയറിംഗ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാം, നമ്മുടെ സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഇപ്പം കാത്തലിക് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അതിൽ 50% ഗവൺമെൻറ്റാണ് അലോട്ട് ചെയ്യുന്നത്. അതിൽ OEC, SC/ST ഉണ്ട്. അവരുടെ ഫീസ് മുഴുവൻ ഗവൺമെൻറ് കൊടുക്കുകയില്ല. അത് ഞാൻ അംഗീകരിച്ചു. അവിടെ അല്ല വിഷയം നടക്കുന്നത്. ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായില്ല. തിരിച്ചൊരു പോയിന്റ് ഉണ്ട്. 163 കോളേജ് ഒരു കൂട്ടം ആൾക്കാരുടെ അടുത്താണ് കിടക്കുന്നത്. അവരുടെ അടുത്തൊന്നുമില്ല. അവർക്ക് കോളേജില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ആളുകളെ അല്ലെങ്കിൽ ആ റിസർവേഷൻ കാറ്റഗറിയിൽ സ്റ്റുഡൻസിന് കിട്ടാതെ വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ. ഞാൻ പറഞ്ഞ പോയിന്റ് എവിടെയെന്ന് പറയൂ. അതായത് കേരളത്തിലെ സാമുദായികമായ വീതം വെപ്പ് തന്നെയാണ് നടന്നിട്ടുള്ളത് എയ്ഡഡ് മേഖലയിൽ. അല്ല പറയാം, അപ്പോൾ ഈ വിഭാഗങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല. അതായത് ഇപ്പോൾ ഞങ്ങൾ നോക്കുമല്ലോ കമ്മ്യൂണിറ്റി കോട്ട സീറ്റ് എത്ര ഉണ്ടെന്നുള്ളത്. 50% കമ്മ്യൂണിറ്റി കോട്ട സീറ്റ് സെൽഫ് ഫിനാൻസിൽ. എയ്ഡഡിൽ 40%, അല്ല എയ്ഡഡിൽ 20% മാനേജ്മെന്റ്, 20% കമ്മ്യൂണിറ്റി, 40% അവിടെ കിട്ടി. ബാക്കി 60-ലും നമുക്ക് മത്സരിക്കാമല്ലോ. പിന്നെ അതിന്റെ വിഷയമേ അവർക്ക് കിട്ടാതെ പോകുന്നത് ഓർഗനൈസ്ഡ് അല്ല പലപ്പോഴും. അല്ലെങ്കിൽ ഇതൊന്നും ഒരു സ്ഥാപനം ഇപ്പൊ തന്നെ കഴിഞ്ഞ UDF ഗവൺമെന്റ് ചില കമ്മ്യൂണിറ്റിക്ക് കോളേജുകൾ അനുവദിച്ചു. പക്ഷെ അത് ചില വ്യക്തികളിലേക്ക് വീണ്ടും അത് അതിനകത്ത് നേതാക്കന്മാരായിട്ട് നിൽക്കുന്ന ചില ആളുകൾ അത് വെച്ച് കളിക്കാൻ. ഞാൻ പറഞ്ഞു വരുന്നത് ഫാദർ, when a monopoly is already existing, if you open up the market totally like this, what happens? The monopoly only will grow more. The other, അപ്പോൾ ഈ അതർ കമ്മ്യൂണിറ്റീസ് അല്ല അതിൻ്റെ സാമൂഹ്യ ഇഷ്യൂലോട്ട് ഞാൻ വരാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ there is a feeling in the Hindu community that they are being marginalized. അതുപോലെ അപകടകരമാണത്. പോയിന്റ് മനസ്സിലാക്കണം, കാരണം മനസ്സിലായി. സോ ഇപ്പോൾ ഞങ്ങളെല്ലാവരും വി ആർ നോട്ട് വിത്ത് ദ BJP, ആ കാര്യം ഉറപ്പാണല്ലോ. ഞങ്ങൾ വി ആർ നോട്ട് വിത്ത് BJP. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദെൻ വൈ ദർ ഇസ് എ ഫ്ലോ ടു ദ BJP? ഈ വിദ്യാഭ്യാസ രംഗത്തെ സ്വയാശ്രയം അതിനൊരു കാരണമാണ് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിന് കുറ്റമല്ല. അപ്പോൾ MES കുറ്റം പറയാൻ ഇല്ലല്ലോ.
അച്ഛനെ കുറ്റം പറയാൻ ഇല്ലല്ലോ, അതില്ല. പക്ഷെ എന്താ സംഭവിച്ചത് ഉണ്ടായ ഒരു നമ്മുടെ കാലാകാലങ്ങളിൽ വന്ന സാറേ, അതാ ഞാൻ ആദ്യം പറഞ്ഞത്, ഗവൺമെന്റ് നമ്മളുടെ നയത്തിൽ ഉണ്ടാകുന്ന ഒരു വിഷയമാണ് വിദ്യാഭ്യാസ നയത്തിൽ. എങ്ങനെ എവിടെ നമുക്കൊരു വിദ്യാഭ്യാസ നയം ഇല്ലല്ലോ. നമുക്ക് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കേരളത്തിന് വിദ്യാഭ്യാസ നയം ഇല്ലല്ലോ. സാർ അതിന് വേറെ സാറേ, ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നുമില്ല. ഇതിൽ വേറെ കാര്യം കൂടെ ഉണ്ട്. ഇപ്പം സാർ പറഞ്ഞതുപോലെ ന്യൂനപക്ഷ സ്ഥാപനങ്ങളുടെ പേരിൽ സ്ഥാപനം വാങ്ങിക്കുന്നു, കമ്മ്യൂണിറ്റി പേരിലാണ് സ്ഥാപനം വാങ്ങിക്കുന്നത്. മുസ്ലിം സത്ര എന്ന് പറഞ്ഞ സാധനം വാങ്ങിക്കുന്നു. എന്നിട്ട് ആ എടുക്കുന്ന അത് 50% കമ്മ്യൂണിറ്റി കോട്ടയാണ്. ആ കോട്ടിൽ മെറിറ്റ് അല്ല, ആ കോട്ടിൽ പണമാണ് വരുന്നത്. ഒരു സമുദായത്തിന്റെ പേരിൽ സ്ഥാപനം വാങ്ങിക്കുകയും ആ സമുദായത്തിന് വേണ്ടി സീറ്റ് വാങ്ങിക്കുകയും എന്നാൽ ആ സീറ്റുകൾ ആ സമുദായത്തിൽ മെറിറ്റ് കണക്കാക്കാതെ അതിന്റെ സ്വന്തം ആൾക്കാർക്ക്. ഞാൻ എൻ്റെ ഭാഗം നമ്മുടെ ഈ കാത്തലിക് എഞ്ചിനീയറിംഗ് കോളേജ് ഒരു അസോസിയേഷൻ ഉണ്ട്. അവിടെ നമ്മൾ എടുത്തിരിക്കുന്ന നയം, അല്ലെങ്കിൽ നമ്മുടെ എയ്ഡഡ് കോളേജുകളുണ്ടല്ലോ, ആർട്സ് കോളേജുകൾ, അവിടെയെല്ലാം കമ്മ്യൂണിറ്റി കോട്ട ഇൻഡസ്ട്രി മെറിറ്റാണ്. അപ്പം എഞ്ചിനീയറിംഗ് കോളേജുകളിലും കാത്തലിക് എഞ്ചിനീയറിംഗ് കോളേജ് അസോസിയേഷൻ്റെ പ്രസിഡന്റിലൂടെ അപ്പോൾ അവിടെ എടുത്തിരിക്കുന്നത് പറഞ്ഞാൽ 50% ഗവൺമെൻറ് അലോട്ട്മെൻറ്റ്, 50% മാനേജ്മെൻറ്റ്. ആ മാനേജ്മെൻറ്റിൽ ആണ് കമ്മ്യൂണിറ്റി വരേണ്ടത്. അത് മാനേജ്മെൻറ്റും മെറിറ്റാണ്, കമ്മ്യൂണിറ്റി കോട്ടായും മെറിറ്റാണ്. അതിൽ മെറിറ്റ് അല്ലാതെ വരുന്ന ഏക കോട്ട എന്ന് പറയുന്നത് 15% NRI കോട്ടയാണ്. ബാക്കി എല്ലാം ഇൻഡസ്ട്രി മെറിറ്റാണ്. വട്ടമേശ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ സ്വാശ്രയ വിദ്യാഭ്യാസം നേരിടുന്ന വെല്ലുവിളികൾ. പൊതുവിദ്യാഭ്യാസമാണോ അതിന് മറുപടി? വട്ടമേശ ചർച്ച വീണ്ടും രണ്ടാം ഭാഗം അടുത്ത ആഴ്ച ഇതേ സമയത്ത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ ഫസൽ ഗഫൂർ, MES പ്രസിഡന്റ്, ഡോക്ടർ ജയപ്രകാശ്, കേരള സർവകലാശാല പൊളിറ്റിക്സ് വകുപ്പ് പ്രൊഫസർ, ഡോക്ടർ RC ശ്രീകുമാർ, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് തിരുവനന്തപുരം, ഫാദർ വിൽസൺ, തിരുവനന്തപുരത്തെ മാർ ബേസിലിയോസ് എഞ്ചിനീയറിംഗ് കോളേജ് മാനേജർ. നന്ദി, നമസ്കാരം.